മലപ്പുറം കൂടുതൽ ഫുട്ബോളിൻ്റെ നാടാണ്. അപ്പോൾ ഞാൻ ഫുട്ബോളിന് വേണ്ടി എന്താ ചെയ്യുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? ഇത് ഇന്ത്യയിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞങ്ങൾ കുറച്ച് ആൾക്കാരോടി ചെയ്യാണ്. ഞങ്ങൾ എറണാകുളത്ത് ആശ്രം യൂണിവേഴ്സിറ്റിയുടെ നല്ല ഹൃദയഭാഗത്ത് തന്നെ ഒരു 9.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഇൻ്റർനാഷണൽ ലെവല് ഫുട്ബോൾ സ്റ്റേഡിയം വരാണ്. ആ സ്റ്റേഡിയം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ ആൾക്കാരൊന്നും ഇവിടെ കളിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പുല്ലല്ല ഇവിടെ, ആ പുല്ല് തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് നമ്മൾ അടിപൊളിയായിട്ട് വരാൻ പോണത്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. നമ്മുടെ മക്കൾക്കുള്ള ഗുണം കിട്ടാൻ പോകുന്ന കാര്യം എൻ്റെയൊക്കെ മനസ്സിലെന്താ ഉദ്ദേശം എന്ന് പറയട്ടെ. അത് ഞാനിപ്പോൾ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് വിന്നർ എന്നുള്ള വ്യക്തിമുദ്ര. ഇനി ഞാൻ ചിന്തിക്കാൻ അധികം മേലാണ്. കാരണം ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണം, അതായത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കണം. അതൊരു കൊച്ചു കുട്ടികളെ ഞങ്ങളവിടെ തുടങ്ങുന്നതിൽ അത് മാത്രമല്ല, LKG മുതൽ +2 വരെ സ്കൂളുണ്ട്. ആ സ്കൂളിൽ 100ഓളം കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ അത്യാവശ്യം കഴിവുള്ള പിള്ളേരെ 100ഓളം കുട്ടികളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ മണ്ണിൽ നിന്ന് നല്ല കളിക്കുന്ന ട്രയലിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ വിളിക്കാം, നിങ്ങൾ വരാം. അത് എടുക്കുന്നത് ഒരു 5 വയസ്സ് മുതൽ ഏകദേശം ഒരു 15 വയസ്സിലുള്ള കുട്ടികളായിരിക്കും എടുക്കുക. അവിടുന്ന് അവരെ വളർത്തിയെടുത്ത് ഒരു 10-20 വർഷം കഴിയുമെങ്കിലും നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ അത് മാത്രമല്ല, ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ ഒരു 8 മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ട്, 25 വില്ല ഉണ്ട്, പിന്നെ വലിയൊരു സ്കേറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിച്ചു എല്ലാവരും കൂടിയിട്ട്. ഇനിയും അത് പണിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1000 കോടി രൂപ വേണം. അപ്പോൾ അത് ഞങ്ങൾ ഷെയർ കൊടുക്കുകയാണ്. ഷെയർ കൊടുത്ത് ഞങ്ങൾ എന്തായാലും പണിയും. ഏകദേശം പൈസ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പം മലപ്പുറത്ത് നിന്നായാലും ആയിരിക്കും അതിനകത്ത് ഷെയർ വരണം താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. കാരണം നിങ്ങൾക്കും അതിനകത്തേക്കൊരു അവകാശം വേണം. ഇത്രയും ഫുട്ബോളിനെ ആരാധിക്കുന്ന ആൾക്കാരും ആണ് നിങ്ങൾ. കാരണം ഞാൻ കേട്ടേക്കണ അതിനാണ് മലപ്പുറം ഫുട്ബോൾ അത് വേറെ ലെവലാന്ന് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ഇതൊരു കലാകൂട്ടായ്മയാണ്. സത്യത്തിൽ ഞാൻ വിളിച്ചിട്ട് വന്ന ആളാണ്. ഒരു കലാകൂട്ടായ്മ എന്ന് പറയുമ്പോൾ